ഹലോ മച്ചമാരെ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 45 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 300 കോടി എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 44 ദിനം കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 299 കോടി 55 ലക്ഷം രൂപയാണ്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 23,50,000 രൂപയോളമാണ്. അതായത് ഇന്ന് ഏകദേശം 44 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഫൈനലായിട്ടുള്ള സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ അത് 45-50 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് 20% ഓക്യുപ്പൻസിയിൽ നടക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 110 കോടി നേടിയ ചിത്രം 300 കോടി ക്ലബിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഞായറാഴ്ചത്തേക്ക് പോകും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം അത് മാറിയിരിക്കുന്നു. പ്രീസെയിലും സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഗംഭീരം തന്നെയാണ്. 10 ലക്ഷത്തിന് മുകളിലാണ് സിനിമയ്ക്ക് പ്രീസെയിലൂടെ ഞായറാഴ്ചത്തേക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കുകയാണ് സിനിമ 300 കോടി കടന്നിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ 300 കോടി എത്തിയിരിക്കുന്നു. 300 കോടി നിസ്സാരം എന്നുള്ള ആദ്യ ദിനത്തെ നമ്മൾ പറഞ്ഞ പ്രവചനം അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആകുകയാണ്. അതെ, സിനിമയുടെ ഫൈനൽ 310-315 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 120 കടന്ന സിനിമ 120 കോടി 60 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സിനിമ 121 കോടിയിലേക്ക് നാളെ കൊണ്ടെത്തും എന്നുള്ളതാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമ 45-ാം ദിനത്തിലും വലിയ രീതിയിലുള്ള വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 50-ാം ദിനം നമ്മൾ ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. ദുൽഖറും ടീമും അതിന് എല്ലാം റെഡിയാക്കും എന്നുള്ള പ്രതീക്ഷയിലുമാണ്. കാരണം ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ വന്നിരിക്കുന്നത് മലയാളത്തിൽ ആദ്യം തന്നെയാണ്. അതും ഒരു ലേഡി സൂപ്പർ താരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കല്യാണി പ്രിയദർശൻ. സൂപ്പർ താരങ്ങളുടെ അഭാവത്തിൽ മികച്ച രീതിയിലുള്ള ഒരു സിനിമ വരികയാണെങ്കിൽ ഇവിടെ കണ്ടന്റ് തന്നെ കിങ് എന്ന് പറയുന്നു. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇവിടെ മലയാളികൾ മാത്രമല്ല ഈ സിനിമയെ ഏറ്റെടുത്തത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ സിനിമയെ ഏറ്റെടുത്തപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 182 കോടിയാണ്. കേരളത്തിൽ നിന്ന് 121 കോടി കടക്കുമ്പോൾ ഓവർസീസിൽ നിന്ന് 120 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് 120 കോടിയോളമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തെ പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് GCCയിൽ നിന്നും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. തമിഴ്നാടും സിനിമയ്ക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു മേഖലയാകുന്നു. 25 കോടിയോളമാണ് നേടാൻ കഴിഞ്ഞത്. വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.